ഹേയ് ഗായ്സ്, ഇപ്പം നമുക്ക് ഒരു ചായ എടുക്കാൻ പോയാലോ? പിള്ളേരെ സമ്മതമൊക്കെ ചോദിച്ച് സമ്മതമൊക്കെ കിട്ടി. കുട്ടികളൊക്കെ എടുത്തിട്ട് ചായ എടുക്കാൻ പോകും. ഇവരടുത്ത് രണ്ടാളടുത്തും എന്തോ ഒരു പ്രത്യേകതര സാധനം കിട്ടിയില്ല. ആ ഒന്നിലെ കളിയാണ്. എന്തോ ചെവി പറത്തുന്ന സാധനം. ഇവിടെ നല്ലോണം പറത്തുന്നുണ്ട്. അങ്ങനെ വലിയ എൺപത്തെട്ടിൽ ചായ എടുക്കാൻ പോകാൻ ഇറങ്ങിയ ആൾക്കാരാ. വണ്ടി പഞ്ചർ. എങ്ങനെയുണ്ട്? ഞങ്ങൾ വണ്ടി ഇപ്പം ശരിയാക്കി. പിന്നെ രണ്ടോളെയും വോട്ടിന് ഇറക്കി വിട്ടു. വോട്ടൊക്കെ ശരി വന്നോളെയും പറഞ്ഞ് ഇങ്ങനെ ഓരോ വോട്ടും ചെയ്തു. ഇവളുണ്ട് വണ്ടി തള്ളി മറിച്ചിന് അങ്ങോട്ട് എത്തായിട്ടാ തോന്നണുണ്ട്. വണ്ടിൻ്റെ സീറ്റൊക്കെ ചവിട്ടി ഉന്തിയൊക്കെ ഉണ്ട്. ഇവനെന്തൊക്കെയോ പറഞ്ഞ് നമ്മളൊക്കെ നെട്ടിച്ച് നിർത്തുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് നെട്ടിക്കലാണ്. നമ്മൾ ചായ്വാലയിലെത്തിയിട്ടുണ്ട്. നമ്മളെ സ്വന്തം ചായ്വാലയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചായ്വാലിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ആസ് യൂഷ്വൽ വീഡിയോസ് എടുക്കണമല്ലോ. പിന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ഓണൊക്കെ കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണ്. എന്തിനേ? നമ്മൾ പറഞ്ഞ ഓർഡർ ചെയ്ത് സാധനങ്ങളൊക്കെ വരണ്ടേ? അപ്പം അങ്ങനെ പാർട്ട് ടൈം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ചായവാലക്ക് പ്രമോഷൻ ആയിക്കോട്ടെ വിചാരിച്ച്. ചായവാലക്കാർ ധാരണയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കടയൊക്കെ ഒന്ന് ചെന്ന് നോക്കി. കടികളുണ്ട്, പല കടികളും. ഞങ്ങൾ കുറച്ച് കടിയൊക്കെ ഓർഡർ ചെയ്ത്, ചായയൊക്കെ ഓർഡർ ചെയ്ത്, വെള്ളമൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഭയങ്കര ഖുഷി എന്തേലും അങ്ങനെ എന്തോ ഒക്കെ ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഓർഡറൊക്കെ കൊടുത്തത് കേട്ടോ. അങ്ങനെ എന്തേലും ആരെങ്കിലും കൊണ്ടുവരുമെന്നുള്ള നിലക്ക് നോക്കണുണ്ട്. ഞങ്ങളപ്പോഴും ഭയങ്കര ചർച്ചയാണ് എന്തോ ഓർഡർ ചെയ്യും, എന്തൊക്കെയോ വേണ്ടതെന്നൊക്കെ. അങ്ങനെ ഇവരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എപ്പളപ്പതൊക്കെ കൊണ്ടുവരാ എപ്പളപ്പതൊക്കെ കിട്ടാന്നുള്ള നിലക്കിൽ എത്താൻ മതി. ഈ ചങ്ങായി ഇതിൽ ആടുന്നതിനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒറ്റ ടേബിളൊന്നും ഞങ്ങൾക്കൊന്നാവില്ല. അപ്പം ഞങ്ങൾ ആൾക്കൊണ്ട് വേറൊരു ടേബിളും കൊണ്ടുവന്ന് അടിപ്പിച്ച്. ഇപ്പത്തി ഞങ്ങൾ പറഞ്ഞു ഒരു സാധനം വന്നിക്കണം. ഇങ്ങനെ അതൊക്കെ കഴിക്കാണ് ഇപ്പം വരെ. എല്ലാവരും ഇവിടെ കൂടിയാണ്ട് ഓരോരുത്തർക്ക് എടുക്കാനുള്ളൂ. ഞങ്ങൾ അത്രയ്ക്ക് ആൾക്കാർ പോയിക്കണം. ഇങ്ങനെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും ശരിക്കും അത് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേനും സാധനം കഴിഞ്ഞിരിക്കണം. തീരുമാനാക്കി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ ലൈറ്റ്സ് ഒറ്റൊന്നും ഇട്ടിട്ടുണ്ടായില്ല. ഞങ്ങൾ എന്നൊക്കെ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓണാക്കി. കാരണം എന്താ, ഞങ്ങൾ അങ്ങനെ എൻ്റെ വീഡിയോ എടുക്കണത്. അതൊരു വീഡിയോ എടുക്കണല്ലേ. പുവല് കഴിക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ സോസ് ഒഴിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കഴിക്കണുണ്ട്. എന്നാൽ ഞാൻ നല്ല കഴിക്കുന്നുണ്ട്. ടച്ച് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഓലോടൊക്കെ ഇതൊന്നും എടുക്കണ്ട തോടണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓലൊക്കെ പാടം എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കൂട്ടൂല എഴുതിയിട്ട്. ഇപ്പം ഞാൻ നോക്കണൊക്കെ ഉണ്ട്. ഓല ആരെങ്കിലും എടുക്കണൊക്കെ കേട്ടോ. നോക്കണം ഞങ്ങൾ ഒറ്റ നിച്ചിട്ടുണ്ടല്ലോ, ഒക്കെ ഓല തന്നെ എടുക്കണം. അങ്ങനെ എന്തായാലും ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി എടുക്കുന്നുണ്ട്. ആർക്കാ കജ്ജ? അതിലും കജ്ജിയൊന്നുമില്ല. അതിലൊക്കെ കജ്ജ വന്നാൽ തന്നെ കണ്ടിട്ടില്ല. അടുത്ത സാധനത്തിൻ്റെ വെയിറ്റിങ്ങിലാണ്. നല്ല വീശുണ്ട് അവിടെ. വീശുന്നുണ്ട്. ഇങ്ങനെ ഏതായാലും പോലെ ലൈറ്റൊക്കെ എത്തുന്നതല്ലേ. കുറച്ച് വീഡിയോസൊക്കെ കണ്ടറിഞ്ഞെടുത്ത് കൊടുക്കിയതാണ്. ഞങ്ങൾ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അടുത്ത സാധനത്തിൻ്റെ വെയിറ്റിങ്ങാണ്. ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നൊക്കെ പറയുന്നത്. ഞാൻ എന്നിട്ട് വേണം അടുത്ത തിന്നാനേ. ഇപ്പം അടുത്ത അതാ എത്തി മക്കളെ. ഇതിൻ്റെ പേരെന്തേനെന്നൊന്നും ചോദിക്കത്ത്. എന്താണെന്നും അറിയില്ല. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായില്ല. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് പുറഞ്ചും ഓർഡർ ചെയ്തു. അതൊക്കെയാണ് ഇപ്പം ഈ വരുന്നത്. പിന്നെ അടുക്കം തലക്കൊക്കെ ആയിട്ട് ഓരോന്ന് വരുന്നുണ്ട്. ഇപ്പം ചായ വന്നു. ഇനി എന്തൊക്കെയോ വരാനുണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഒരു ഇവരൊക്കെ എടുത്ത് തിന്നും ചതയൊക്കെ തിന്നു പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിന്. കണ്ടങ്ങൾ പാത്രത്തിലൊന്നുമില്ല. എത്ര പെട്ടെന്ന് ബലി വരുന്ന സാധനങ്ങളൊക്കെ കാലിയാക്കണത്. അങ്ങനെ ഓളതൊക്കെ കണ്ട നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഓനും വയ്ക്കണുണ്ട്. ഞാനിപ്പോഴും ആ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കട്ടപ്പോൾ നല്ല ചായവാല സിഗ്നേച്ചർ ചായന്നെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഒരു സിഗ്നേച്ചർ ചായന്നെ വേണം. പിന്നെ ചോറൊന്നും അതിനതൊക്കെ തിന്നണത്. ഇതൊക്കെ എന്തേലും സാധനം ഇച്ച് പറയാൻ പുതിയോടില്ല ഇയാളെ. എന്തായാലും ചോറ് വെച്ചിനായി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത സാധനത്തിനുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ മൊജിറ്റോ എത്തി.
അങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് വേഗം കുടിച്ചാലേ ഒറ്റൊന്നും കിട്ടൂല. കുടിച്ചാ പെട്ടെന്ന് കുടിച്ച് തീർക്കാം. അപ്പൊ ഞങ്ങൾ അടുത്ത സാധനവും വന്നു. ഇതിനൊന്നും പേര് ചോദിക്കേ പറയോ മിണ്ടരുത്. ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഓർഡർ ചെയ്തു, കഴിച്ചു. ഇവർ ഇവിടെ എന്തൊക്കെയോ സ്വകാര്യം പറഞ്ഞിട്ട് പക്ഷെ മൈക്കിലാണ് പറയണതെന്ന് മാത്രം. അങ്ങനെ പിന്നെ അടുത്ത സാധനം വന്നു. ഇതൊക്കെ എപ്പ വന്നാ എന്തോ, എപ്പ വന്നാൽ എന്താ, ഞങ്ങളൊക്കെ വാണം കരുതി കഴിക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ ഓനൊരു മുറുക്ക് പച്ചവെള്ളം വെച്ച് കിട്ടോ പരിപാടി നേരത്തെ എടുത്ത് കുടിച്ചിട്ടുണ്ട്. ഓനക്ക് അതേ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഇവനൊക്കെ വേണ്ട സ്ട്രോ അടക്കം ചവച്ചു തന്നിട്ടുണ്ട്. ഇവരിപ്പം എന്തോട്ടണേ ആ പാത്രെങ്കിലും ഒന്ന് വെറുതെ വിടും. ഞാൻ പിന്നെ മൊജിറ്റോല് ഒപ്പി കുടിക്കാനൊക്കെ തുടങ്ങി. കിട്ടിയ സ്ട്രോ കഴിഞ്ഞില്ലാതെ പിന്നെ ഇതേ ഒരു മാർഗമുള്ള എങ്ങനെയെങ്കിലും ഇപ്പം ഇത് പള്ളിയിലാക്കണ്ടേ. ഏതായാലും നമ്മൾ ഓർഡർ ചെയ്ത് ഒരു സമൂസത്തിൻ്റെ ഒപ്പം വന്നാലൊക്കെ എടുത്തിട്ടുണ്ടോ ഇവള് ജ്യൂസ് എത്തി. ഇത് വേറെ എന്തോ മൊജിറ്റോ, അതും എത്തിയതുള്ള ഓർമ്മ കുടിച്ചു. ഇവനെന്താ കാട്ടണത്, ഒന്നും കിട്ടായിട്ടേക്ക ഐസും കാട്ടെടുത്ത് മുടങ്ങണത്. ഇതുണ്ടല്ലേ ആനക്കരിമ്പും തോട്ടത്തെ കാര്യമായിരിയാക്കി. എന്തോ അതൊക്കെ കഴിഞ്ഞ് ചായവാലിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് മസ്റ്റ് ആണല്ലോ. ഇജ്ജ് കുറെ അങ്ങോട്ട് തിന്നതല്ലാണ്ട് പിന്നെ അതൊക്കെ ദഹിച്ചാൽ മതി. ഇനി ഈ കമ്മിമ്മ കൂടെ ദഹിച്ചു കൂട്ടുന്നുണ്ട്. എന്താണ് അവൻ്റെ പുതി ലാസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ. അതോടുകൂടി സൈനിങ് ഓഫ് ചായവാല.